PM ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. വി. ശിവൻകുട്ടി തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്പം മുൻപും പക്ഷേ വി. ശിവൻകുട്ടി അതേ കാര്യം ആവർത്തിച്ചിരുന്നു. നമ്മളോട് പിന്മാറാൻ കഴിയുമായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് പിന്മാറിയില്ല എന്നും മന്ത്രി. പിന്മാറാൻ കഴിയാത്ത കരാറിലാണ് LDF ഒപ്പിട്ടതെന്നും ഷംസുദ്ദീൻ. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. അല്ല, പിന്മാറാൻ കഴിയാത്ത കരാറല്ലേ അദ്ദേഹം ഒപ്പിട്ട്. അദ്ദേഹം കരാറിന് പിന്മാറിയിട്ടില്ലല്ലോ. എന്നാൽ പോകുന്നതിന് മുമ്പ് അവർക്ക് പിന്മാറാമായിരുന്നില്ലേ? ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നാൽ അവർ പിൻവാങ്ങണമായിരുന്നല്ലോ. പിൻവാങ്ങിയോ? ഇടതുപക്ഷം പിൻവാങ്ങണമായിരുന്നു. എന്തുകൊണ്ട് പിൻവാങ്ങിയില്ല? തൽക്കാലം മാറ്റിവെക്കാനേ പറഞ്ഞുള്ളൂ. ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കാനും തങ്ങൾ വെക്കുന്ന അജണ്ടകൾ നടപ്പാക്കണമെന്ന് കേന്ദ്രം ഒരു സംസ്ഥാനത്തോട് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അന്നും ഞങ്ങൾക്കുണ്ട്, ഇന്നും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് ഈ വേറെ നിർവാഹമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു ഇടതു സർക്കാർ എന്ന് പറയുമ്പോൾ തന്നെ ഈ പദ്ധതി ചവറ്റുകൊട്ടയിൽ എറിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പദ്ധതി അറബിക്കടലിലേക്ക് എറിയാൻ പോകുന്നു എന്നുള്ള നിലപാടെടുത്തിട്ടുള്ളത് അത് ലീഗാണ്. ആ ലീഗിനാണ് ഇപ്പോൾ UDF ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നണിയിൽ മുസ്ലിം ലീഗുമുണ്ട്. അവർ ആ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. വിവരങ്ങളുമായി മുഹമ്മദ് ഷെയ്ദ് കൂടി ചേരുന്നുണ്ട്. ഷെയ്ദ്, ലീഗ് എങ്ങനെ ഇനി, അതായത് അവരുടെ നിലപാടുകളൊന്നും വേണ്ടെന്ന് വെച്ച് ഈ UDF ആകെ എടുക്കുന്ന ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുമോ? ഇനി എല്ലാവരും ഉണ്ടാതെ മൗനം പാലിക്കുകയായിരിക്കും ചെയ്യുക? പക്ഷേ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ ലീഗിന്റെ നിലപാട് വലിയ രീതിയിൽ ആളുകൾ ചോദ്യം ചെയ്തിരുന്നു. അതായത് PMC ഉൾപ്പെടെയുള്ള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ലീഗ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതിനൊടുവിലായിരുന്നു ലീഗ് ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. ഉപസമിതി ചെയർമാനായി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെ വെക്കുന്നു. ഉപസമിതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇത് പിൻവാങ്ങാനുള്ള വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിക്കും. അത് അങ്ങനെയാണെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു ലീഗ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പിൻവാങ്ങുന്നില്ല, അല്ലെങ്കിൽ PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ ലീഗ് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ UDF സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ലീഗിന്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ യോജിച്ചു പോകാത്ത ചില തീരുമാനങ്ങൾക്ക് എടുക്കുമ്പോൾ ലീഗ് എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല, മൗനം പാലിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PMC വിഷയത്തിൽ കൂടി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകിച്ചും എടുക്കുന്ന ഇത്തരം ചില തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും യോജിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ ലീഗ് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് ലീഗിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി എതിർത്തതാണ് PMC പദ്ധതിയെ. കഴിഞ്ഞ LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ച സമയത്ത് പിന്നീട് അത് മരവിപ്പിച്ചെങ്കിൽ പോലും പിന്നീട് UDF സർക്കാരിന്റെ കാലത്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം PMCയുമായി പെട്ടെന്ന് അത് റദ്ദാക്കാനുള്ള തീരുമാനം UDF സർക്കാർ എടുക്കാതിരുന്നപ്പോഴും മുസ്ലിം സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി ശക്തമായി എതിർത്തതാണ്. UDF സർക്കാരിനെയും എതിർത്തതാണ്. അങ്ങനെ ഒരു എതിർപ്പ് നിലനിൽക്കുകയാണ്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ UDFന്റെ ഒരു പൊതു തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് വരുന്നു എന്നുള്ളത് ലീഗിനെ രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ലീഗ് പോകുമെന്നുള്ളതാണ്. പക്ഷേ ആ റിസ്ക് ലീഗ് ഇപ്പോൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സമുദായത്തിനകത്ത് മുസ്ലിം സംഘടനകൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് തൽക്കാലം കണ്ണടയ്ക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഉപസമിതിയുടെ ചെയർമാൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഇക്കാര്യം വ്യക്തമാക്കിയതോടുകൂടി ലീഗ് UDFുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും നേതൃത്വത്തിലെടുക്കുന്ന ഇത്തരം ചില തീരുമാനങ്ങളോട് ഏറ്റുമുട്ടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ലീഗ് കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ഉപേക്ഷിക്കുന്നു, കൈയൊഴിയുന്നു എന്ന വലിയ വിമർശനം ലീഗിന് ഇനി വരും ദിവസങ്ങളിൽ കേൾക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് കേട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ലീഗ് എത്ര റിസ്ക് ഇന്നിപ്പോ ഷെയ്ദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ലീഗ് എടുക്കുന്ന വലിയ റിസ്ക്കാണ്. എത്രമാത്രം റിസ്ക് ഇനിയും എടുക്കേണ്ടി വരും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളതാണ്. ലീഗിലെ മുതിർന്ന നേതാക്കളൊക്കെ ഇതിനോട് ഓരം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും യൂത്ത് ലീഗ് ഉൾപ്പെടെ MSF ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും എങ്ങനെയായിരിക്കും ഇതിലുണ്ടാകുന്ന പ്രതികരണം ഇനി എന്നുള്ളതും എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. PM ശ്രീ ധാരണാപത്രത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-ന് കേരളം ഒപ്പിട്ടിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. 2025-26 കാലഘട്ടത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിലെ കേന്ദ്രവിഹിതമായി 99.27 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. കേരളത്തിലെ 47 കേന്ദ്ര സർക്കാർ സ്കൂളുകൾ PM ശ്രീ പദ്ധതിയുടെ കീഴിലാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി.